Hello students, നമുക്ക് next theorem നോക്കാം. If A is a square matrix with two proportional rows or two proportional columns, then det A is equal to 0. നമുക്കറിയാം സ്ക്വയർ മാട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ പ്രത്യേകത ഇതാണ്, ടു പ്രൊപ്പോർഷണൽ റോസോ ഓർ ടു പ്രൊപ്പോർഷണൽ കോളംസോ. പ്രൊപ്പോർഷണൽ റോസ് ഓർ പ്രൊപ്പോർഷണൽ കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്, ഒരു റോയെ ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ -1 4 എന്നുള്ള റോ ഉണ്ട്. ഈ റോ എന്ന് പറഞ്ഞാൽ -2 8 ആണ്. അപ്പൊ ഇതെന്താ ചെയ്തിരിക്കുന്നത്, ഈ ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് സെക്കൻഡ് റോ എടുക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയുള്ള രണ്ട് റോസിനെയാണ് പ്രൊപ്പോർഷണൽ റോസ് എന്ന് പറയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള രണ്ട് കോളംസ് ഉണ്ടെങ്കിൽ അവരെയാണ് പ്രൊപ്പോർഷണൽ കോളംസ് എന്ന് പറയുക. അതായത് ഒരു റോയെ കംപ്ലീറ്റ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിൽ അടുത്ത റോ എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് പ്രൊപ്പോർഷണൽ റോസോ പ്രൊപ്പോർഷണൽ കോളംസോ ഉണ്ട് എങ്കിൽ അങ്ങനത്തെ മെട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പം അത് അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് എഴുതാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലല്ലേ, അപ്പൊ ഡിറ്റ എന്തായാലും 0 ആയിരിക്കും. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഈ ഫസ്റ്റ് കോളം നോക്കുക, ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് സെക്കൻഡ് കോളം വരുന്നത് അല്ലേ. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലല്ലേ. അപ്പൊ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ കോളംസ് ആണ്. അപ്പൊ ഡിറ്റ് ബി ഈക്വൽ ടു 0 വരും. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നോക്കൂ, ഇതിന് എവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് നോക്കി നോക്കൂ. -1 3 ഫസ്റ്റ് റോനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് ലാസ്റ്റ് റോ വരുന്നത്. ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് വരുന്നത് അല്ലേ. ഡിറ്റ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് അടുത്ത ടെക്നിക്ക്, ഓർത്തിരിക്കാട്ടോ ഇതൊക്കെ. ഇനി അടുത്തത് റോ റിഡക്ഷൻ ടു ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ അതിന്റെ റോ എക്ലോൺ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് എടുക്കുക, ഇത് എഴുതുക, ഡിറ്റർമിനന്റ് എഴുതുക. ഇനി നമുക്ക് ഇതിനെ റോ എക്ലോൺ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് എൻട്രി 1 ആക്കണം. അപ്പൊ നോക്കുമ്പോൾ ഇത് 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പിവോട്ടിങ് ചെയ്യേണ്ടി വരും. അപ്പൊ പിവോട്ടിങ് നോക്കുമ്പോൾ ഇവിടെ 3യും ഇവിടെ 2വും ഉണ്ട്. അപ്പൊ കൂടുതലുള്ളത് 3. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമ്മൾ പിവോട്ട് ചെയ്ത് ഫസ്റ്റ് റോനെ ഇന്റർചേഞ്ച് ചെയ്ത് ഇങ്ങടാക്കി. ഇനി 3നെ 1 ആക്കണം. 3നെ 1 ആക്കാൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു എളുപ്പവഴി എന്താ വെച്ചാല്, ഇവിടെ നോക്കി നോക്കൂ, ഡിറ്റർമിനന്റ് എന്നല്ലേ നമുക്ക് ഔട്ട് സൈഡ് എടുക്കണ്ടേ. നമുക്ക് എലിമെന്ററി ഓപ്പറേഷൻസ് ഒന്നും പറ്റില്ല കേട്ടോ, ഇവിടെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടാ. അപ്പോൾ റോ എക്ലോൺ ഫോമിലേക്ക് ആക്കുമ്പോൾ ഇവിടെ മെട്രിക്സിൽ ചെയ്യുന്ന പോലത്തെ ഓപ്പറേഷൻസ് ഒന്നും ചെയ്തേക്കരുത്. എന്തെങ്കിലും ഔട്ട് സൈഡ് എടുക്കാനുണ്ടെങ്കിൽ ഔട്ട് സൈഡ് എടുത്ത് 1 ആക്കാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ റോ ഓർ കോളം അത് മാറ്റി ചെയ്യലില്ലേ, അതായത് ആഡിങ് ഒക്കെ, അതൊന്നും ചെയ്യരുത് ഇവിടെ. അപ്പൊ ഇത് നോക്കുമ്പോൾ 3 ഉണ്ട്, -6 ഉണ്ട്, 9 ഉണ്ട്. ഇതിൽ 3 നമുക്ക് 3 ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ലേ. അപ്പൊ നമ്മള് 3 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇതാ 1 -2 3 വന്നു. ബാക്കിയിലത്തൊക്കെ അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓക്കെ, ഓപ്പറേഷൻസ് ചെയ്യാട്ടോ, കുഴപ്പമില്ല. ഓപ്പറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ഇത് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റണോണ്ട് മാത്രം ഇവിടെ ഔട്ട് സൈഡ് എടുത്തതാണ്. ഓപ്പറേഷൻസ് ചെയ്യാട്ടോ, കുഴപ്പമില്ല. അത് അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അത് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇവിടെ എളുപ്പം 3 ഔട്ട് സൈഡ് എടുക്കലായതുകൊണ്ട് നമ്മളിവിടെ 3 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റോ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഡിറ്റർമിനന്റിന്റെ റൂൾസും കൂടി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. ഇവിടെ ഈ റോസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് വരും, അത് മറക്കരുത്, അത് അവിടെ ഇടണം. പിന്നെ നമ്മൾ ഇതിന് 3 ഔട്ട് സൈഡ് എടുത്തു, അപ്പൊ -3 ഔട്ട് സൈഡിലുണ്ട്. പിന്നെ റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിനടിയിലുള്ള എലമെന്റിനെ 0 ആക്കണം, അത് ഓൾറെഡി 0 ആണ്. ഇനി 2നെ 0 ആക്കണം. 2നെ 0 ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് റോയെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോയോട് കൂടി ആഡ് ചെയ്യണം അല്ലേ, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ. അങ്ങനെ ചെയ്തപ്പോൾ ഇത് 0 ആയി കിട്ടി. അതപ്പോൾ ചെയ്യാട്ടോ, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് മാറ്റി പറയുന്നു. റോ ഓപ്പറേഷൻസ് ചെയ്യാൻ കുഴപ്പമില്ല. ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എപ്പോഴും സൗകര്യം. അപ്പൊ ഇതിൽ ഔട്ട് സൈഡ് എടുക്കാനൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓപ്പറേഷൻസ് ചെയ്ത് ശരിയാക്കി. ഇനി എന്താ വേണ്ടത്, ഇനി ഇവിടുത്തെ എൻട്രി 1 ആക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി 1 ആണ്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ ഇടയിലുള്ള 10നെ 0 ആക്കണം. അപ്പൊ അത് 0 ആക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ഇവിടെ 10 കൊണ്ട് സെക്കൻഡ് റോയെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ -10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോയോട് കൂടി ആഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഇവിടെ 0 ആയി കിട്ടും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ റോ എക്കലോൺ ഫോമിലായി. പിന്നെ നമുക്ക് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ഫോമിലായി ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡയഗണൽസും ഈ -3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ അതിന്റെ കറസ്പോണ്ടിങ് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നറിയാം അല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി അതല്ല എങ്കിലും ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് റോയില് -55 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. -55 × 0 തന്നെയാണ്, -55 × 0 തന്നെയാണ്, -55 ഇവിടെയുണ്ട്. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഇവിടെയൊക്കെ 0 ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. -55 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ അതും ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ ആ റോയിൽ നിന്ന് ഔട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ അവിടെ 0, 0, 1 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഇപ്പോഴും അപ്പർ ട്രയാങ്കുലർ തന്നെയാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് കാണാൻ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ -3 × -55 × 1 ഇത്രയാണ് ആൻസർ കിട്ടും. അത് ഈ സ്റ്റെപ്പിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ -55 ഔട്ട് സൈഡ് എടുത്തോളം നിർബന്ധമൊന്നുമില്ല. ഇവിടെ വെച്ച് തന്നെ അപ്പർ ട്രയാങ്കുലർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ലോവർ ട്രയാങ്കുലറിന്റെ ആയാലും അപ്പർ ട്രയാങ്കുലറിന്റെ ആയാലും ഡയഗണൽ മെട്രിക്സിന്റെ ആയാലും ഡിറ്റർമിനന്റ് കാണാനുള്ള എളുപ്പ വഴി അറിയാലോ, ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ അവിടെ വെച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാം. അടുത്തത് യൂസിങ് കോളം ഓപ്പറേഷൻസ് ടു ഇവാലുവേറ്റ് എ ഡിറ്റർമിനന്റ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനെ റോ എക്കലോൺ ഫോമിലേക്ക് മാറ്റുകയാണ്. അത് കോളം ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ദിസ് ഡിറ്റർമിനന്റ് കുഡ് ബി കമ്പ്യൂട്ടഡ് ആസ് എബവ് ബൈ യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻസ് ആൻഡ് റെഡ്യൂസ് എ ടു റോ എക്കലോൺ ഫോം. But we can put a in lower triangular form in one step by adding -3 times the column of the fourth to obtain this. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ അതേപോലെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പുതിയ ടെക്നിക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ -3 ടൈംസ് ഫസ്റ്റ് കോളം ഇൻറ്റു -3 അത് ലാസ്റ്റ് കോളത്തിനോടുകൂടി ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോവർ ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ആവും. അത് നമുക്ക് എപ്പോഴും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലത്തിലും അത് വർക്ക് ചെയ്തോളണമെന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോവർ ട്രയാങ്കുലർ ആയപ്പോൾ പിന്നെ അത് എളുപ്പത്തിൽ പിന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവർ. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന്, കാരണം ഡയഗണൽസിൻ്റെ പിന്നെ പ്രൊഡക്റ്റ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ 1 × 7 × 3 × -26 ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്തില്ലേ, റോ എക്കലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട്, അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ അത് ഒരു കാര്യം ചെയ്തോളൂ, നോട്ടിലേക്ക് എഴുതുമ്പോൾ മറ്റേതുപോലെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ ചെയ്യുന്ന രീതിയിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാ മെത്തേഡും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇവരിത് കോളം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ഇതിൽ തീർന്നു. പക്ഷെ അത് നമുക്ക് മനസ്സിലാവണം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എല്ലാ മെട്രിക്സിനും അത് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ മറ്റേ മെത്തേഡില്ലേ, റോ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും അതൊരു മെത്തേഡായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ അത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും, ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുമായിരിക്കും. അതാണ് വ്യത്യാസം. വല്ല മത്സര പരീക്ഷകൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തോളൂ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആ റോ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഒരു മെട്രിക്സിന് പറ്റുന്നത് മറ്റേതിന് പറ്റണമെന്നില്ല. എളുപ്പത്തിൽ അത് കിട്ടണവർ ആ രീതിയിൽ ചെയ്തോ, അല്ലാത്തവർ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം പോലെ ആ പ്രോബ്ലം ചെയ്തു വയ്ക്കുക നോട്ടിൽ കേട്ടോ. ഇതിനൊക്കെ എക്സസൈസ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അടുത്തത് റോ ഓപ്പറേഷൻസ് ആൻഡ് കോഫാക്ടർ എക്സ്പാൻഷൻ. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി നോക്കൂ. ഇതിനെ നമ്മൾ ഇവിടെ 3, 1, 2 അങ്ങനെയാണ് മെട്രിക്സ് വരുന്നത്. അപ്പോൾ ഇതിനെ ബൈ ആഡിങ് suitable multiples of second row to the remaining rows we obtain. ഈ സെക്കൻഡ് റോ എടുത്തിട്ട് അതിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് റോയോടുകൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 0 ആക്കാൻ പറ്റി. പിന്നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോയോടുകൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാക്കാൻ പറ്റി. പിന്നെ -3 കൊണ്ട് ഇവിടെയാണല്ലോ 1 വരുന്നത്. അപ്പോൾ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫോർത്ത് റോയോടുകൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാക്കാൻ പറ്റി.
ഓക്കെ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് 0 ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കി അതിനെ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്, എളുപ്പത്തിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും, അത് കുറച്ചുകൂടെ സമയം എടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഡിറ്റർമിനന്റിന്റെ കോഫാക്ടർ എക്സ്പാൻഷൻ ഇല്ല ആ ഫോർമുല വെച്ച് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കോളത്തിൽ കൂടെ, ഇപ്പോൾ ഇവിടെ നോക്കി 3 സീറോസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഈ കോളത്തിൽ കൂടെ കോഫാക്ടർ എക്സ്പാൻഷൻ നടത്തിയേ മതിയാവും. അപ്പോൾ ഫസ്റ്റ് എൻട്രി പ്ലസ് വരും, 0 ഇൻറ്റു പ്ലസ് ആണത് വരിക, പിന്നത്തെ എൻട്രിക്ക് മൈനസ് വരും. അപ്പോൾ -1 ഇൻറ്റു 1 അവിടെ കാണിച്ചിട്ടില്ല, കുഴപ്പമില്ല. ബാക്കി ഇവിടെ ഡിറ്റർമിനന്റ് ഈ 1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -1 1 3 0 3 3 1 8 0 വരും. ഇതാണ് വരിക. അടുത്തത് ഈ 1നെ നമ്മൾ 0 ആക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് റോയും 4th റോയും കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. തേർഡ് റോയും കൂടി, ഫസ്റ്റ് റോയും തേർഡ് റോയും കൂടി ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അപ്പോൾ ഈ കോളത്തിൽ കൂടി ഇവിടെ 2 സീറോസ് എടുക്കണ്ടില്ല, അപ്പോൾ ഈ കോളത്തിൽ കൂടി അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റോ ഓപ്പറേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക, നമുക്ക് പറ്റണതാണ് എങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇതിനെ 0 ആക്കാൻ പറ്റിക്കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ 2 0 വന്നു കഴിഞ്ഞു, ഈ ഒരെണ്ണം മാത്രം ഈ കോളത്തിൽ കൂടെ കോഫാക്ടർ എക്സ്പാൻഷൻ നടത്തുക. അപ്പോൾ ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട്, ഇവിടെ നമുക്ക് -1 തന്നെയാണ് വരുന്നത്, -1 ഇൻറ്റു അതിന് ചിഹ്നം തന്നെയാണ് അതിന് വരിക, പിന്നെ അടുത്തതിനല്ലേ നെഗറ്റീവ് വരിക, അതൊക്കെ പിന്നെ 0 ആയി പോവും. -1 ഇൻറ്റു പിന്നെ എടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 3393 ആണ് വരിക. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -18 ആണ് നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടുക. ഞാൻ പറഞ്ഞില്ലേ ഈ -18 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ചെയ്താലും കിട്ടും, ഈ രീതിയിൽ ചെയ്താലും കിട്ടും. ഇങ്ങനെയുള്ള കുറച്ച് തെറ്റാതെ അപ്ലൈ ചെയ്യണം കേട്ടോ. പക്ഷേ ഈ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാതെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ 0 ആക്കി ഏതെങ്കിലും റോയിലെ കോളത്തിലെ എലമെന്റ്സിനെ കുറേ അധികം എണ്ണത്തിനെ 0 ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 സ്റ്റെപ്പിൽ കാര്യം അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഓരോന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ കുറേ സമയമെടുക്കും. ഒത്തിരി സമയമെടുക്കുന്നത് മാത്രമല്ല തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു 1 ഒക്കെ ഉള്ള ഒരു റോയോ കോളോ എടുത്തിട്ട് ആ റോയിലെ കോളത്തിലെ ബാക്കിയുള്ളവരെയൊക്കെ അത് വെച്ച് 0 ആക്കാൻ പറ്റുമെങ്കിൽ എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് എലിമെൻ്ററി ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് 0 ആക്കാൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ 0 ആക്കി വെച്ചിട്ട് ആ റോയിൽ കൂടി അല്ലെങ്കിൽ ആ കോളത്തിൽ കൂടി കോഫാക്ടർ എക്സ്പാൻഷൻ നടത്തി നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. കണ്ടോ, 4 സ്റ്റെപ്പിൽ ഉത്തരം കിട്ടി. അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ലോജിക്കിനനുസരിച്ച് അതിനെയൊക്കെ 0 ആക്കി കൊണ്ടുവന്നിട്ട് ചെയ്യുക. ഒരു 2/2 ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. 3/3 വരെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തു വരാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരാം അസൈൻമെൻ്റ് ആയിട്ട്, അത് ഹോംവർക്കായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഇരുന്ന്. ഓക്കെ.